അപ്രതീക്ഷിത സംഭവങ്ങൾ വാസ്തവത്തിൽ നമുക്ക് ഒരു ഞെട്ടലുണ്ടാക്കും. അത് മരണമാണെങ്കിൽ പ്രത്യേകിച്ച്. എൻ്റെ തറവാട്ടിനടുത്തുള്ള മുന്നിൽ താമസിക്കുന്ന ഞങ്ങളൊപ്പം ഞങ്ങളുടെ ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഇന്നലെ മിനിഞ്ഞാന്നാണ് വിവരറിഞ്ഞത്. നെൽസൺ അപകടത്തിൽപ്പെട്ടു എന്നാണ് മനസ്സിലാക്കിയത്. പിന്നീടാണത് അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയി എന്ന് മനസ്സിലാക്കും. ലോറി തട്ടിയതാണ്. ഒട്ടും പ്രതീക്ഷയില്ല. വീട്ടുകാർക്ക് ആർക്കും ഇല്ല. അവർ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ് 2 ദിവസമായിട്ടു. വാസ്തവത്തിൽ ഞാൻ അവരെ വീട്ടിൽ ചെല്ലുകയും അവരുടെ ഭാര്യയെ കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ സമാധാനിപ്പിക്കുന്നതിൻ്റെ അർത്ഥമില്ല. നമ്മൾ എന്നാൽ സമാധാനിപ്പിക്കാതിരിക്കാനും ശരിയല്ല. അവരല്ലാതെ കൂടുതൽ സംഘർഷത്തിൽ പോയാൽ ആരോഗ്യം തന്നെ അപകടത്തില്ല. അപ്പോൾ അവർ അവിടെ വെച്ച് പറഞ്ഞത് എന്നെയും കൂടി ബന്ധപ്പെടുത്തിയായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ കല്യാണങ്ങൾക്ക് പോകാത്ത ആളായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു പരിപാടിൻ്റെ ഇരുന്നപ്പോൾ ചെന്നപ്പോൾ കല്യാണത്തിനോ വന്നിട്ടില്ല. നമുക്ക് മകൻ്റെ കല്യാണം അവരുടെ ഭാര്യയും ആ പെൺകുട്ടീനെയും എല്ലാവരും നിർത്തിക്കൊണ്ട് ഒരു ഫോട്ടോ എടുത്ത കാര്യമാണ് ഭാര്യ പറഞ്ഞത്. ഇതെല്ലാം ആകസ്മികതയാണ്, യാദൃശ്ചികമായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ അത് പോയി നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്നില്ല. മനസ്സിൽ അവരെ ഞാൻ സാന്ത്വനപ്പെടുത്തുമ്പോഴും എനിക്കറിയാം എങ്ങനെ എത്ര നാൾ നടന്ന ഒരാൾ പെട്ടെന്ന് പോകുമ്പോഴും ആ ഉൾക്കൊള്ളണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. പ്രത്യേകിച്ച് നെൽസൺ വെച്ചാൽ എല്ലാ കാര്യം വീട്ടിൽ ചെയ്തിരുന്ന ആളാണ്. ഭാര്യ കൊണ്ട് അധികം ചെയ്യിക്കാതെ തന്നെ ചെറിയ ഇലകൾ പോലും പറക്കി വൃത്തിയാക്കി അങ്ങനെ ഒരു ആളാണ്. വളരെ ശാന്തനായിട്ടുള്ളൊരു മനുഷ്യനാണ്. എന്നേക്കാൾ 1 വയസ്സ് മൂപ്പുണ്ട്. ഇപ്പോൾ അവരുടെ ആ ദുഃഖത്തിൻ്റെ അളവ് ഭയങ്കര. 2 മക്കൾ, ഒരു കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഒരാൾ ഡോക്ടർ MD പഠിച്ച് വരികയാണ്. ഇതെല്ലാം മനുഷ്യക്ക് താങ്ങാൻ പറ്റുന്നത് തന്നെ അത്ഭുതമാണ്. ഇതൊക്കെ നമുക്കും ഒരു നാൾ അനുഭവിക്കേണ്ടി വരും എന്നാലോചിക്കുമ്പോൾ ഒരു സങ്കോചവും ഒരു നിസ്സംഗതയും നിശബ്ദതയൊക്കെ ഉണ്ടാവട്ടെ. എന്തായാലും ഇതുപോലെയാണ് ഓരോ സംഭവങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പോൾ സക്കീർ ഹുസൈൻ്റെ മരണം ഞാൻ അറിഞ്ഞില്ല. ആ സമയത്ത് ഫേസ്ബുക്കിൽ കണ്ടു, പോകാൻ പറ്റിയില്ല. ഈ അടുത്ത അനുസ്മരണത്തിൽ ഞാൻ പങ്കെടുത്തു. ഒട്ടും പ്രതീക്ഷയില്ല. അത് രോഗം ഉണ്ടോയെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ഈ മദ്യശാല സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് ബന്ധം സ്ഥാപിക്കുന്നത്. അവിടെ പറഞ്ഞ ആളുകൾ പറഞ്ഞ പോലെ ഒരു മാധ്യമപ്രവർത്തനം മാത്രമല്ല, പലവിധ കഴിവുകളുള്ള ആക്ടിവിസ്റ്റാണ് ഒക്കെയാണ്. ഈ പലപ്പോഴും വാർത്ത കൊടുക്കുമ്പോൾ വാർത്ത വളരെ പുച്ഛത്തോടെ ആയിരിക്കും മാധ്യമ ഓഫീസുകളിലിരിക്കുന്നവർ എടുക്കുക. അല്ലെങ്കിൽ ഒരു ഔദാര്യം പോലെ ഞങ്ങൾ ചെയ്യാം എന്നുള്ളത്. മറിച്ച് സക്കീർ ഹുസൈൻ അതായിട്ട് ഗൗരവത്തിലെടുക്കുകയും വാർത്ത കൊടുക്കുകയും ചെയ്യാറുണ്ട്. പല കാര്യങ്ങളും ഞങ്ങൾ ഇടപെടാറുണ്ട്. ജൂലി മനോഹറിൻ്റെ ഒരു വിഷയത്തിൽ അദ്ദേഹം ഒരു വാർത്ത കൊടുത്തു. ഞാൻ നിർബന്ധിക്കാറില്ല. ഒരു വാർത്തയ്ക്ക് ഞാൻ നിർബന്ധിക്കാറില്ല. കാര്യം മാത്രം പറയാറുള്ളൂ ആരുടെ അടുത്ത് നമുക്ക് സാധിക്കും. പിന്നെ ഇട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ച് വിളിക്കാറില്ല. അപ്പോൾ സക്കീർ ഹുസൈൻ്റെ ഒരു ഓർമ്മയുള്ള അവരുടെ മകൻ ഫേസ്ബുക്കിലിട്ട് കുപ്പം മരിച്ചു എന്ന് പറയുകയും അവിടെ ചെല്ലുകയും വിവിധ ആളുകൾ സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒരുപാട് ലോകം എല്ലാ മനുഷ്യരും ഒന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ പ്രയാസം ഉണ്ടാവും. അദ്ദേഹം ജീവിച്ചിരിക്കേണ്ടതല്ലേ ആണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും. പിന്നെ പെട്ടെന്ന് കൊണ്ട് സലിംരാജിൻ്റെ ഭാര്യ എനിക്ക് നേരിട്ട് വന്നുള്ളതല്ല. പക്ഷെ ഞാൻ അറിഞ്ഞു സലിമിന്. ഞാൻ അവിടെ ED ദിവസമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അനുഭവമുണ്ട്. വളരെ ശാന്തനായ. പിന്നെ വീടങ്ങൾ അറിഞ്ഞു അസുഖബാധിതനാണ്. ഭാര്യയ്ക്ക് പ്രമേഹത്തിന് പ്രശ്നങ്ങളുണ്ട്. അതും ഒരു ട്രാജഡി പോലെ തോന്നി. മോപ്പാസാങ്ങിൻ്റെ കാര്യം എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സെമിറൂട്ടൻ്റെ പരിപാടിക്ക് വന്നതാണ്. അതിനോടനുബന്ധിച്ചുണ്ടായ
സൈമൂട്ടിനോടുള്ള അഗാധമായ സ്നേഹം ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് സൈമൂട്ട് ആ ബന്ധം അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. പോയ സമയത്ത് അവിടെയുള്ള കാർട്ടൂണിസ്റ്റ് പീറ്ററിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. സംസാരമധ്യേ ഇന്നത്തെ നിലവിലിരിക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യവും മാധ്യമ അധീരതയും ഒക്കെ സംസാരിച്ചു. അങ്ങനെ ഓരോരുത്തർ കടന്നു പോകണു മാസത്തിൽ. ഞങ്ങളുടെ ഗ്രൂപ്പിലത്തെ ആളുകൾ തന്നെ എല്ലാവരും നടക്കാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായി ഇവിടെ. മറ്റൊരു കുറച്ച് ദിവസം മുമ്പാണ് വൈലപ്പള്ളി സ്കൂളിലത്തെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത്. ആ കുട്ടി മനിറാന്നൊന്നോ ബംഗാളിലത്തെ കുട്ടിയാണ്, വെസ്റ്റ് ബംഗാളിൽ. ഇവിടെ നിന്ന് താമസാക്കി. അമ്മ ബംഗാളിയാണ്, അച്ഛൻ ഇപ്പം രണ്ടാം അച്ഛൻ മലയാളിയാണ്. എന്തിനാണ് നല്ല മിടുക്കി. കഴിഞ്ഞ നേരത്തെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അവൾ സ്കൂളിൻ്റെ യൂത്ത് ഫെസ്റ്റിവലും മറ്റു പരിപാടികളിലൊക്കെ പങ്കെടുത്ത് മിടുക്കിയായതാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ കുറിപ്പെഴുതി ഞാനാണ് ഉത്തരവാദി. പിന്നീടാണ് പലവിധ കഥകൾ അറിയുന്നത്. അവരുടെ നാട്ടിൽ 10-35 വയസ്സായ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ നിർബന്ധിച്ചിരുന്നു. ഒരു ചെറുപ്പത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഡ്രോമയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മിടുക്കിയായി വരികയാണ്. വീട്ടുകാർ ചീത്ത പറഞ്ഞിട്ട് പല കാര്യങ്ങളും കുട്ടികൾ. എന്തായാലും ഇതൊക്കെ നമുക്കത് കേൾക്കാനും ഒഴിച്ചു വയ്ക്കാൻ കേൾക്കാതെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ അതിനോടനുബന്ധിച്ച് പിന്നെ എന്നെ സ്കൂളിലേക്ക് വിളിക്കുകയും 10ാം ക്ലാസ്സുകാർക്ക് സംസാരിക്കുന്ന ഈ വിഷയമായിരുന്നു എൻ്റെ മനസ്സിൽ. ആ കുട്ടികളോട് ആത്മഹത്യ ചെയ്യരുത് ശബ്ദം ചെയ്യിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. വളരെ വികാരഭരിതനായിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തത്. അവിടെ സംസാരിച്ചത് ഓരോ സംഭവങ്ങളും നമ്മൾ അറിയുന്നില്ല. ഞാനറിയാതെ ഇങ്ങനെ വർത്തമാനത്തിനിടയിൽ നമ്മൾ ജനിച്ചു വരുമ്പോൾ അമ്മമാരുടെ പ്രാധാന്യം മനസ്സിലാക്കി പറയാൻ വേണ്ടി, നിങ്ങൾ ജനിച്ചു വരുമ്പോൾ അമ്മ ഞാൻ പാലാ കുടിക്കുന്നു, നിങ്ങളെന്താണ്? ഒരു കുട്ടി പറഞ്ഞു പശുമ്പാലാണ്. അപ്പം ഞാൻ വെച്ചു നമ്മളെ കളിയാക്കിയതായിരിക്കും. തമാശപൂർവ്വം അവനെ പരിഹസിക്കാമെന്ന് വിചാരിച്ച് തുടങ്ങുന്നിടത്ത് ടീച്ചർ പറഞ്ഞു, അല്ല അവനെ അമ്മയില്ല കേട്ടോ എന്ന്. ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. ഒരു കൊച്ചിൻ്റെ അടുത്ത് നമ്മളങ്ങനെ ഞാൻ അറിയാതെയാണ് പറയുന്നത്. പക്ഷെ അവനൊരു കൂസലൊന്നും ഉണ്ടായില്ല. ഞാൻ അവനെ വിളിച്ച് മുഖത്തൊക്കെ തല്ലുപടി ഞാൻ പറഞ്ഞു എൻ്റെ വല്ല വിഷമം ഉണ്ടെങ്കിൽ പോട്ടെ. അവന് വിഷമമൊന്നുമില്ല. കാരണം അവൻ സത്യം പറഞ്ഞത്, അവൻ അമ്മിഞ്ഞ പാല് കുടിച്ചിട്ടില്ല, അവൻ പശുപാൽ കുടിച്ചിട്ടുള്ളൂ. അത് സത്യവും പറഞ്ഞു. ഞാൻ പിന്നീട് ആലോചിച്ച് ഓരോ മനുഷ്യരും എത്രത്തോളം വ്യത്യസ്തമാണ്, ഓരോ അനുഭവങ്ങൾ ഓരോരുത്തരും. ആ കുട്ടിയോട് ഞാൻ വേറെ എതിർത്ത് പരിഹാസം സംസാരിച്ചാൽ എത്ര കുറ്റകരമാവുമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കുറേ സംഭവങ്ങൾ സംഭവിക്കണം. ആ കുട്ടിയെക്കുറിച്ച് മനിയറെക്കുറിച്ച് നമുക്ക് ഉള്ള ആത്മഹത്യ തടയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഞാൻ അവിടെ ഒരു നിരന്തരം പോകുന്ന ഒരാൾക്ക് പോലും, നമ്മുടെ സർക്കാർ സ്കൂളിൽ സാധാരണ അങ്ങനെ ആത്മഹത്യ കുറവാണ്. അവർക്ക് ആരെങ്കിലും അവർ ഷെയർ ചെയ്യാനുണ്ടാവും. നമ്മൾ വീണ്ടും കുട്ടികളിലേക്ക് അവരുടെ മനസ്സിലേക്ക് പോകണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ MTയുടെ വിടവാങ്ങൽ വിയോഗം കണ്ടു. പി ജയചന്ദ്രൻ്റെ വിടവാങ്ങലും നമുക്ക് കാണാം. അതിനുള്ള അനുസ്മരണങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ മാധവേട്ടൻ്റെ ഓർമ്മയിൽ ഉള്ള വായനശാലയിൽ ഞാനും അഗസ്റ്റിൻ ഈ MTയുടെ അനുസ്മരണം നടത്തുകയുണ്ടായി. ഇപ്പോൾ കൊടുള്ളൂർ വായനശാലയിലും കഴിഞ്ഞ ദിവസമുണ്ടായി. ആ സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുകയും കൂടി ചെയ്തു. ഞാൻ ആരാധകരല്ല ഇവർ രണ്ടുപേരുടെ. ഇവരുള്ള ആവേശം ഉൾക്കൊണ്ടിട്ട് പ്രവർത്തിച്ച ആളല്ല. സമരം ചെയ്യുമ്പോൾ പി ജയചന്ദ്രൻ്റെ പാട്ട് കെട്ടിപ്പോയ ആളോ, അടികൊള്ളുമ്പോൾ MTയുടെ കഥാപാത്രത്തെ ഓർത്ത് അടി മേടിച്ച ആളല്ല. പക്ഷേ ഈ സാഹിത്യകൃതികളും കവിതയൊക്കെ നമ്മളെ സ്വാധീനിക്കും. വേറെ സമയത്ത് നമുക്ക് ഉത്തേജനം നൽകും. ഈ മെമിൽ മെത്രയുടെ നോവലിൽ സുഹൃത്ത് ജയിലിൽ പോകുമ്പോൾ അമ്മയോട് ഞാൻ മകനാവും, മകൻ തന്നെയാണ് എന്ന് പറയും എന്നൊരു രംഗം ഇപ്പോഴെൻ്റെ ഓർമ്മയിലുണ്ട്. അതുപോലെ കവിതകൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ മാനത്ത്
മാവ് പൂക്കും ആനത്തമ്പൊളി വികസിക്കും പരസ്പരം സ്നേഹിക്കുന്നൊക്കെ വൈലപ്പള്ളി പറയുമ്പോൾ ചില നേരത്ത് നമുക്കൊരു സുഖമുണ്ടാവും. മുരളി പറയുമ്പോൾ മുരളി ഈ ആകാശത്തിന് കീഴിൽ ഒരു എട്ടി മണ്ണുണ്ട്, ആ മണ്ണിൽ എത്രയോ തരികളുണ്ട്, ആ തരിയിൽ മഹത്വം കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം മുരളി ചോദിക്കുമ്പോൾ നമ്മൾ മനുഷ്യർ വെറുതെ എന്താണ് തല്ലുകൂടുന്നത്, ആ കാര്യത്തിലൊക്കെ പ്രചോദനം ഉണ്ടാവും. ഏകാന്ത പതികൻ ഞാൻ എന്ന് ചേതൻ പാടുമ്പോൾ നമുക്ക് ഒരു ഏകാന്ത അതിൻ്റെ ഒരു വേറൊരു തലവും നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ മനസ്സിനെ വേറെ തരത്തിൽ തിരിക്കും. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് MTയെക്കുറിച്ചും ചേതനെക്കുറിച്ചും പലരും പറഞ്ഞു. അപ്പം അതിൽ ചിലർ ആരാധനയോടുകൂടി ചില വിമർശനത്തോടുകൂടി പറഞ്ഞു. അപ്പം എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്. ഈ MT ചിലർ പറയും MT വിപ്ലവ കവി കഥാകാരനായിരുന്നില്ല, നാലുകെട്ടിൻ്റെ കാര്യം മാത്രം സംസാരിച്ചിരുന്ന ആളാണ്. ചിലർ അതിൻ്റെ നിശബ്ദത ഭയങ്കര ഗംഭീരമാണ്, P ജയചന്ദ്രൻ്റെ എടുത്തുകാട്ടം ഗംഭീരമാണ് എന്നൊക്കെ ശരി, അത് പരിവേര് ശരിയാണ്. എനിക്ക് തോന്നിയത് ഞാൻ ജാനമ്മയിലൂടെയാണ് MTയെ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജാനമ്മ എന്നുള്ള കഥാപാത്രം ഫ്രീസ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ മുന്നിൽ. അവരുടെ മുഖത്ത് എല്ലാവിധ ഭാവങ്ങളുണ്ട്. ശൂന്യതയുണ്ട്, നിസ്സംഗതയുണ്ട്, നിർവികാരതയുണ്ട്, രോഷമുണ്ട്. അതിന് കാരണം വേദനയുണ്ട്, അടങ്ങാത്ത വേദന, ഒറ്റപ്പെടൽ. കാരണം അവൾ 6 വയസ്സിൽ വീട്ടിൽ നിന്ന് പോകുന്നതാണ്. ആ കഥയുടെ ഒരു മനുഷ്യമൃഗങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ചെറുകഥയാണ്. ഞാനെങ്ങനെയാണ് കാണുന്നത്, എന്നിൽ കൂടെ സഞ്ചരിക്കാൻ നോക്കുകയാണ്. ഞാൻ അമ്മയെ കാണും. ഒരമ്മ ഭർത്താവ് ഉപേക്ഷിച്ച് പോയൊരമ്മ മകളെ നോക്കാൻ പറ്റാതെ വേദനയോടെ നിൽക്കുമ്പോൾ ഒരു ആളുകൾ വരുന്നു, അവരുടെ കൂടെ പറഞ്ഞയക്കുന്നു. അമ്മ വേദനിച്ച് നിൽക്കുമ്പോഴും മകൾക്ക് മനസ്സിലാവുന്നില്ല അമ്മ എന്തുകൊണ്ട് തന്നെ അമ്മ വേദനിക്കുന്നതെന്ന്. അമ്മ ദൂരെ പോകും തോറും മകൾ പോകും തോറും ദൂരെ പോകും തോറും അമ്മ അത് കരച്ചിലിൻ്റെ കരച്ചിലോടുകൂടിയാണ് പിന്നെ പിൻവാങ്ങുന്നത്. മകളത് അറിയുന്നില്ല. അവസാനം മകൾ വീട്ടിലെത്തുമ്പോഴാണ്, അല്ലെങ്കിൽ അവരുടെ വണ്ടി എത്തി കയറുമ്പോഴാണ് മൃഗങ്ങളുടെയും ശബ്ദകോശങ്ങളുടെയും ഒക്കെ ഒരു ശബ്ദകോശങ്ങളുടെ വലിയൊരു ലോകത്തേക്ക് താൻ എത്തപ്പെട്ടിരിക്കുന്നു എന്ന് ആർക്കെന്നറിയേണ്ട ഒരു കഥ ഉണ്ട്. പുരപറമ്പിൽ പോയി കുട്ടി അലഞ്ഞിരിഞ്ഞ് കിടന്ന് കുറേ കഴിയുമ്പോൾ അമ്മയെ അന്വേഷിച്ച് വരുന്ന പോലെ ഈ കുട്ടിയും പിങ്ങി പിങ്ങി പൊട്ടി കരയുന്ന രംഗവും ആ കഥയിൽ പറയുന്നുണ്ട്. 6 വയസ്സുകാരി പിന്നീട് ആ സർക്കസ് കൂടാരത്തിൽ പലവിധ കാഴ്ചകൾ കാണുകയാണ്, വികൃതമായും വിരുദ്ധവുമായിട്ടുള്ള കാഴ്ചകൾ. ഒരിക്കൽ അവൾക്ക് ഒരു അപകടം സംഭവിക്കുകയാണ്. കാലം കുറേ കഴിഞ്ഞു. ആ അപകടം അവൻ ഊഞ്ഞാലാടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ആ പെട്ടെന്ന് വീഴുന്ന സാധാരണ വലയിൽ വീഴും. ഇന്ന് അവൾ വലയ്ക്ക് അപ്പുറത്താണ് വീണത്. കൈയൊടിഞ്ഞു. അപ്പോൾ വിചാരിച്ചു കൈ നേരിയാകുമ്പോൾ വീണ്ടും തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ കൈ ഒടിഞ്ഞത് പിന്നെ പ്ലാസ്റ്റർ വെട്ടുമ്പോഴാണ് വിവരം അറിയുന്നത്. തനിക്കൊരിക്കലും ഇനി ബാറിൽ തൂങ്ങി അഭ്യാസം നടത്താൻ പറ്റില്ല. താൻ കണ്ട ഒരു നിമിഷം മാത്രയിൽ അവിടെ കണ്ട സംസാരത്തിൽ നിന്ന് താൻ എത്ര ഒറ്റപ്പെട്ടിരിക്കുന്നു, താൻ ഒരു അനാവശ്യമായിരിക്കുന്നു എന്നൊരു ഒരറിവ് നേരത്തെ താൻ കണ്ടിരുന്നതാണ്. തന്നെ ആ കൂടാരത്തിൽ തന്നെ പാചകം ചെയ്യുന്ന ലത എന്ന ആളാണെന്ന് തോന്നുന്നു സ്ത്രീ. ഇതുപോലെ തന്നെ ഏറ്റവും സൂപ്പർ സ്റ്റാറായിരുന്നു സർക്കസിൽ. പ്രായമായുമ്പോൾ പാചകകാരിയായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ താൻ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഡ്രസ്സിംഗ് റൂമിലേക്ക്
അടിവസ്ത്രമായി നിൽക്കുന്ന വനിതാ കലാകാരികളുടെ അരിയിലേക്ക് മാനേജർ കടന്നു വരുന്നത്. ഒരു ഉളുപ്പുമില്ലാതെ, അതിൽ ഒരു സങ്കോചമില്ലാതെ, അവർക്കുമില്ല. ഇതെല്ലാം ഇദ്ദേഹത്തെ കാണുന്നുണ്ട്. പലവിധ കാര്യങ്ങൾ ആ സമയത്ത് ഈ നേരത്തെ അവസാനത്തെ ഭാഗത്തു നിന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ജാനമ്മയിൽ ആദ്യം അത്ഭുതവും കൗതുകവും പിന്നീടത് സ്വയം പാകപ്പെടുകയും ചെയ്യും. ഒരിക്കൽ മാനേജറെ വിളി കേട്ട് പോകാതെ വിസമ്മതിച്ചപ്പോൾ സഹകാരികൾ സുഹൃത്തുക്കൾ ഇതൊക്കെ ചെല്ലു, പേടിക്കാനൊന്നുമില്ല എന്ന് പറയും. അവിടെ മതോന്മത്തനായിരിക്കുന്ന മാനേജർ മുറിയിൽ ചെല്ലുകയും അദ്ദേഹം ഇരിക്കാൻ പറയും. പിന്നീട് അതിക്രമത്തിന് മുതിരുമ്പോൾ തടയുകയും ആക്രോശിക്കുകയും. ആരും വരുന്നില്ല. താൻ അകപ്പെട്ടു പോയി, പേടിച്ചു പോയി. അപ്പോഴാണ് ഒരു മുട്ട് കേൾക്കുന്നു വാതിൽ നോക്കുമ്പോൾ താൻ മനസ്സിൽ സ്നേഹിച്ചിരുന്ന ചന്ദ്രൻ എന്നുള്ള കലാകാരനാണ്. അദ്ദേഹം രോഷത്തോടു കൂടി മാനേജരോട് ചോദിക്കുന്നു, എന്ത് തെമ്മാടിത്തരമാണ് ഇത്? മാനേജർ പറഞ്ഞു, യു ഗെറ്റ് ഔട്ട്, നിൻ്റെ പണിയല്ല അത്, നിനക്ക് പോകാം. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പോയത് ആ കൂടാരം വിട്ട് തന്നെ പോകേണ്ടി വരും. അങ്ങനെ എത്രയോ കാര്യങ്ങളാണ് ജാനമ്മയുടെ മനസ്സിലേക്ക്. അതാണ് ആ ജാനമ്മയുടെ മനസ്സിൽ മാനേജർ പറഞ്ഞപ്പോൾ, നീ ഒന്നെങ്കിൽ ഇങ്ങനെ ഇവിടെ കൂടാം, നീ കാരണം കുറേ നഷ്ടം വന്നു, അല്ലെങ്കിൽ നിനക്ക് പോകാം. അപ്പോൾ അവളോട് തീരുമാനിച്ചു, ഞാൻ പോവുകയാണ്, ഞാൻ അവിടെ നിന്നാൽ പാചകക്കാരിയായി മാറും, താൻ അവമതിക്കപ്പെടും, അതിന് തയ്യാറാകാതെ എനിക്ക് പൈസ തരൂ, ഞാൻ പോകാൻ തയ്യാറാണ്. അതായത് ആളെ ഞെട്ടിച്ചു ജാനമ്മയ്ക്ക് വീടില്ല, അമ്മ മരിക്കുകയും കൂടി ചെയ്തു. വീട്ടിൽ ലോകത്തിൽ ആരും പരിചയമില്ലെന്ന്. എന്തു ചെയ്യും എന്നുള്ള ആലോചനയിലാണ് ആ ചെറുകഥ അവസാനിക്കുന്നത്. ഞാൻ എല്ലാവരും പറയും അത് നാലുകെട്ട് നായന്മാരുടെ കാര്യം, അല്ലെങ്കിൽ ആ ചെറിയ ലോകത്തിൽ മാത്രമാണ് സഞ്ചരിക്കുന്നത്. എനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ കണ്ടത്, ആ ഫ്രെയിമിൽ കണ്ടത്, യൂറോപ്പിലായാലും ദക്ഷിണാഫ്രിക്കയിലായാലും ഇംഗ്ലണ്ടിലായാലും സർക്കസ് കോളേജിൽ ഒരു പെൺകുട്ടിക്ക് അനുഭവിക്കുന്ന സംഘർഷമാണ്. അവരുടെ കണ്ണിലുള്ള വേദന എല്ലായിടത്തും ഒരേപോലെയാണ്. നിസ്സംഗത, വേദന, ദേഷ്യം ഒക്കെ. ആ കഥാപാത്രം ഒരു നായരാണോ ഈഴവനാണോ എന്ന് നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിലേക്കുള്ളിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു മാനേജറുടെ കുറ്റം കൊണ്ട് മാത്രമല്ല, മാനേജർ മുതലാളിയെ തൃപ്തിപ്പെടുത്താനാണ് അത് ചെയ്യുന്നത്. അയാൾക്ക് അങ്ങനെ ചെയ്താൽ മാത്രമേ മാനേജറെ തുടരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ മാനേജറുടെ കുറ്റമാണോ? വാസ്തവത്തിൽ അവിടെ നിന്ന് തുടർന്ന് അമ്മയുടെ കുറ്റമാണോ? നോക്കുമ്പോൾ ഒരു വ്യവസ്ഥയുടെ കൂടി കുറ്റമാണ് എന്ന് കാണാൻ സാധിക്കും. ഒരു ചുവന്ന കൊടി പിടിച്ചില്ലെങ്കിൽ പോലും. വേണമെങ്കിൽ ഈ മുഹൂർത്തത്തിൽ ചന്ദ്രനെ മറ്റൊരു രീതിയായി മാറാം, അല്ലെങ്കിൽ ഈ ലോകത്ത് ഈ ജാനന്മാരുണ്ടാവാതിരിക്കാൻ പ്രവർത്തിക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ആ തരത്തിലൊക്കെ ഇത് വികസിപ്പിക്കാവുന്നതാണ്. പക്ഷേ അതവസരത്തിൽ എനിക്ക് MTOയോട് നേരിട്ട് കണ്ടിട്ടില്ല. എനിക്ക് മറ്റൊരു വിഷമം കൂടി തോന്നി. MT പോകാൻ കഴിച്ച പ്രമീള നായർ എന്ന് ഞാൻ കേട്ടതാണ്. ആ പ്രമീള നായർ 10-14 വർഷം ജീവിച്ച പ്രമീള നായർ അവർ വേർപിരിഞ്ഞ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം ഇംഗ്ലീഷിലാക്കിയത് അദ്ദേഹമാണ്. കഴിവുള്ള ആളായിരുന്നു. പിന്നീട് ആ കഴിവ് നഷ്ടപ്പെട്ടു. മകൾ സിത്താരയുണ്ട്. എന്നെ അതിശയപ്പെടുത്തിയത് ഈ പ്രമീള വേർപെട്ടു പ്രമീള ഒരിക്കലും മനസ്സിൽ നിന്ന് MTയെ എടുത്തു കളഞ്ഞില്ല. MT വിവാഹം വേറെ കഴിച്ചു. അവസാനം മരണസമയങ്ങൾ MTയെ കാണാൻ ആഗ്രഹിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പോയില്ല എന്നാണ്. ഒരു പക്ഷേ കുടുംബം തകരാതിരിക്കാനാണ്. ഇവിടെ ഞാൻ ആലോചിച്ചത്, ഈ ജാനകിയുടെ മനസ്സറിയാൻ MTക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നാണ്. ഇത്രയധികം കഥാപാത്രങ്ങളുടെ വികാരവിചാരങ്ങൾ, നിസ്സംഗതകൾ, നിശബ്ദതകൾ, പ്രതികാര ചിന്തകൾ ഒക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള MTക്ക് സ്വന്തം
14 വർഷം കൂടുന്ന സിത്താരയുടെ മകളുടെ അമ്മയായ ഒരു നോക്ക് കാണാൻ, അവസാനത്തെ നോക്ക് കാണാൻ കഴിയാത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വേദനയാണ്. എം ടിയോട് ആ തരത്തിൽ അകൽച്ചയും എനിക്ക്. അതുകൊണ്ട് ഞാൻ ഒരു ആരാധകനായി അല്ല. എന്നാൽ ഈ നിർമ്മാല്യത്തിൽ വിചാരം ചെയ്യാൻ വരുന്ന അത് ഒരു മുസ്ലിം കഥാപാത്രം ആയതുകൊണ്ട് അദ്ദേഹം മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഞാൻ കാണുന്നില്ല. ഒരു കഥാപാത്രമാണ്. ബഷീർ എത്രയോ കഥാപാത്രമുണ്ട്. നമ്മൾ കഥാപാത്രം എടുക്കണം. എന്നാൽ ഒരൊന്നും ദൈവങ്ങളല്ല. പി ജയചന്ദ്രനാവട്ടെ, ഇടമണിയാവട്ടെ, ഒന്നും ദൈവങ്ങളല്ല. അവരുടേതായ പോരായ്മകളൊക്കെ ഉണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ ബിഷപ്പുമാരെയും പൂജാരിമാരെയും രാഷ്ട്രീയ നേതാക്കളൊക്കെ കാണേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. മറ്റൊന്ന്, ജയചന്ദ്രനെ കുറിച്ച് നമ്മൾ സാധാരണ പിണറായി വിജയനെ കുറ്റം പറയും. അദ്ദേഹം മുഖത്തടിച്ച് സംസാരിക്കുന്നു. മറ്റത് അതുപോലെ കടക്ക് പുറത്ത് ഞാൻ എതിർക്കുന്ന ആളാണ്. അങ്ങനത്തെ ഉള്ളവരൊന്നും രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ലെന്ന അഭിപ്രായക്കാരനാണ്. കടക്ക് പുറത്തു എന്ന് പറയുന്ന ആളുകളൊക്കെ അതിന് സാഹചര്യം വേറെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ആൾ ദേഹത്ത് തൊടുമ്പോൾ തട്ടുമാറ്റുന്ന ആളുകളൊന്നും രാഷ്ട്രീയത്തിൽ നേതാവായി മന്ത്രിയാവരുത്, വീട്ടിൽ പോയിരിക്കണം എന്ന അഭിപ്രായം. പക്ഷേ പി ജയചന്ദ്രൻ്റെ കാര്യത്തിൽ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ സാഹിത്യകാരന്മാരൊക്കെ ഭയങ്കര ഗംഭീരമാണെന്നാണ് പറഞ്ഞത്. പി ജയചന്ദ്രൻ ആരാധകർ വരുമ്പോൾ എന്തോ വളരെ തട്ടിക്കേറി ഞാൻ കവിത എഴുതി പാട്ടുപാടി എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് വായടപ്പിക്കും എന്ന് ആവേശപൂർവ്വം പറയാണ്. അദ്ദേഹത്തിന് ഒരു ഉദ്ഘാടനത്തിന് വരുമ്പോൾ തൃശ്ശൂർ വരുമ്പോൾ ആ പാട്ടുകാരനോട് നിങ്ങളെന്തിന് പോയി ഈ വളരെ ഹാർഷായിട്ട് നിങ്ങൾ യേശുദാസനെ അനുകരിക്കുന്നുകൊണ്ട് ശബ്ദഘോഷത്തോടെ സംസാരിച്ചു എന്ന് പറഞ്ഞ ആവേശത്തോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു പി ജയരാജനല്ല, പി ജയചന്ദ്രനല്ല, ഒടേതമ്പരം വന്നാലും സാധാരണക്കാരായ മനുഷ്യർ, ആരാധകർ അവരോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ അവരെ തട്ടിമാറ്റി ആക്രോശിച്ച് ക്രൂരമായി ഒരു ജന്മിയെ പോലെ തമ്പുരാൻ പോലെ സംസാരിക്കും. ആരോടും ഒരു തരത്തിലുള്ള ഒരു സമരസപ്പെടാൻ പാടില്ല. അത് പിണറായി വിജയനായാലും പി ജയചന്ദ്രൻ രണ്ട് നിലപാടെടുക്കരുത്. പി ജയചന്ദ്രൻ്റെ അടുത്ത് ഒരു നിലപാടും പിണറായിയുടെ അടുത്ത് വേറെ നിലപാടെടുക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ തട്ടിപ്പ് എല്ലാ കാര്യത്തിലും. നമ്മുടെ ഈ മാധ്യമങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് ഈ പ്രമീള നായരെയോ സിത്താരിയെയോ കുറിച്ച് കൂടി സംസാരിച്ചില്ല, പിന്നീടാണ് സംസാരിച്ചത് എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ സംസാരിച്ചത്. അതുകൊണ്ട് ആരും നമുക്ക് ദൈവങ്ങളല്ല. അവരിൽ നിന്ന് നല്ലത് നമുക്ക് സ്വീകരിക്കാം, അതുപോലെ തന്നെ അവരുടെ ദോഷങ്ങൾ നമുക്ക് വിസ്മരിക്കുകയും ചെയ്യണം, എല്ലാ നേതാക്കളടക്കം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി എനിക്ക് ഈ നമ്മുടെ ഈ പിണറായി വിജയൻ്റെ ഒരു വശം കൂടി പറയുന്ന ഒരു വീഡിയോയും കൂടി ഞാൻ കാണാനിടയായി. അത് സിറീഖ് തോമസ് എന്ന MG യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം 3 വട്ടം ചെല്ലുന്നു. വളരെ ആതിഥ്യ മര്യാദയിൽ ഒന്നാം സ്ഥാനം മാധവൻ നായരാണ്, കോൺഗ്രസിൻ്റെ ആദ്യകാല അധ്യക്ഷൻ. രണ്ടാമത് പറയുകയാണെങ്കിൽ പിണറായി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ചെല്ലുമ്പോൾ ഇരിക്കാൻ പറയുന്നു. ഒരു പ്രാവശ്യം ചെന്നപ്പോൾ ചായ കുടിച്ചു പറഞ്ഞപ്പോൾ മാമ്പഴം കൊണ്ടു കൊടുത്തു. മറുവശത്ത് സ്റ്റേജിൽ കയറുമ്പോൾ അദ്ദേഹം തൊഴുത് നിന്നു. അപ്പോൾ ആതിഥ്യ മര്യാദകളിൽ അദ്ദേഹത്തിന് അത് ശരിയാണ്. വേണ്ടോടത്തൊക്കെ ആതിഥ്യ മര്യാദ ചെയ്യാൻ പി ജയചന്ദ്രനും അറിയാം, മൗനഭാഷയായ MTക്കും സംസാരിക്കാൻ അറിയാം, പിണറായി വിജയനും ചെയ്യാനറിയാമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ബാക്കിയൊക്കെ നമ്മൾ പൊലിപ്പിച്ചുണ്ടാക്കുന്നതാണ്. ആ പൊലിപ്പിക്കാതിരുന്നവരൊക്കെ ശരിയാവും. പിണറായി വിജയനും നല്ല വിദേശ മന്ത്രിയായിരുന്നു, അപ്പം നല്ലൊരു സ്വീകരിക്കപ്പെട്ടതാണ്. പിന്നീട് എല്ലാവരും കൂടി ഇരട്ടച്ചങ്കും ആന കുതിര എന്നൊക്കെ പറയുമ്പോൾ ആരായാലും നിശ്ചു പോവും. അപ്പോൾ അതുപോലെ ഇതുണ്ട്. പി ജയനും അതുപോലെ തന്നെ ആണ്. അപ്പോൾ അവരുടേതായ സ്വഭാവങ്ങളുണ്ട്. പക്ഷേ അവരുടെ മനുഷ്യൻ്റെ നെഞ്ചത്ത് കയറുന്ന, നാട്ടുകാരോട് നെഞ്ചത്ത് കയറുന്ന ഏർപ്പാട് ആരെയും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. അവരാണ് അവരെ വലുതാക്കിയിട്ടുള്ളത്. അത് വിസ്മരിച്ചുകൊണ്ടുള്ള യാത്ര ചെയ്യുന്നവരെ ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പാടില്ലാണ്. പിണറായിനെ എതിർക്കുന്ന പോലെ തന്നെ പി ജയചന്ദ്രനെ അതുപോലുള്ള സദസ്യം പറഞ്ഞാൽ ചെയ്യണം. അവിടെ ഇരട്ടത്തപ്പം നമ്മൾ കാണിക്കാൻ പാടില്ല. ഈ സമയത്തെല്ലാം നമ്മുടെ ഇപ്പോൾ സമരങ്ങളാണ്. തീർച്ചയായിട്ടും സമരം ചെയ്യേണ്ടത് തന്നെയാണ്. ആശാവർക്കർമാരുടെ എനിക്കറിയാം ഈ കോവിഡ് കാലത്തൊക്കെ അവർ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടതാണ്, അവർക്ക് ആനുകൂല്യം കൊടുക്കേണ്ടതാണ്. കാരണം 2 കാരണങ്ങളുണ്ട്. ഒന്ന്, CIT പോലുള്ള സംഘങ്ങൾ കേരളത്തിന് പുറത്ത് 26,000-29,000 രൂപ ശമ്പളം കൊടുക്കുന്നത് സമരം ചെയ്യുകയാണ് വാസ്തവത്തിൽ. അവിടെ ഇത്രയും ഓണറേറിയം ഇല്ല എന്നും കൂടി പറയുന്നുണ്ട്. ഇവിടെ 13,600 രൂപ കിട്ടിയതെന്ന് ഇന്ന് ദേശമില്ലാതെ ഒരു ആശാവർക്കർ പറയുന്നുണ്ട്. 7,000 ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. വിവിധ രീതിയിൽ തുടക്കക്കാർ ഇത് സേവനമായിട്ട് കരുതിയിരുന്നു.
500 രൂപയായിരുന്നു, അതിൽ നിന്ന് കൂട്ടി ഇവിടേക്ക് എത്തിയിട്ടുള്ളതാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങൾ 26-29 CAT പറയുമ്പോൾ ഇവിടെ പരിഗണിക്കണില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നൊരു സംഗതി. ഇത് പിന്നെയും അങ്ങനെ നമ്മൾ ശരി സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന നേരത്താണ് PSC അംഗങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ഉള്ളവർക്ക് കൂടുതൽ കൊടുക്കുന്നത്. ഇത് ഇരട്ട ഒരു മല മറക്കുന്ന പരിപാടി ഇവിടെ ചെയ്യുന്നില്ല വാസ്തവത്തിൽ. ഇപ്പോൾ CR ദിവാകരനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ പിന്നെ കുറച്ച് നേരം സംസാരിക്കും, പിന്നെ ഇല്ലാണ്ടാവും. അപ്പോൾ ഈ PSC അംഗങ്ങൾക്ക് മുൻഗണന ആർക്കാണ് കൊടുക്കേണ്ടത്? ഏറ്റടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഏറ്റവും പ്രയാസങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആശാവർക്കർമാരുടെ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള താല്പര്യമെടുക്കുന്നതിന് പകരം PSCക്കാർ അവർക്ക് ആയിരക്കണക്കിന് രൂപ എല്ലാവർക്കും പെൻഷൻ കിട്ടുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ നടപ്പാക്കാനാണ് നമുക്ക് താല്പര്യമുണ്ടാകുന്നത് എന്നുള്ളത് വളരെ ഗുരുതരമായ തെറ്റാണ്. ഇത് മേലിരിക്കുന്നവരുടെ തെറ്റായ സമീപനം തന്നെയാണെന്ന് തന്നെയാണ് അഭിപ്രായം. അതുകൊണ്ട് ആശാവർക്കർമാരുടെ പ്രയാസം മനസ്സിലാക്കി ഏറ്റവും വേഗം അവരുടെ പ്രയാസം പരിഹരിക്കാനും വേണ്ടി വന്നാൽ പൈസ കൂടുതൽ കൊടുക്കാനും പിന്നീട് കൊടുക്കാനെങ്കിലും പ്രഖ്യാപിക്കാനെങ്കിലും നമ്മൾ ശ്രമം നടത്തേണ്ടതാണ്. അവർ അങ്ങനെ കേരളത്തിൻ്റെ മുഖം കുറച്ചും കൂടി പല കാര്യങ്ങളും ഒന്നാമതാണെന്നുള്ളതിന് ഒരു തർക്കമില്ല. ആരൊക്കെ തീർത്താലും ആ തരൂർ പറഞ്ഞുള്ള ശരിയാണ്. എനിക്ക് തോന്നുന്നു നല്ലതാര് ചെയ്താലും അത് കേരള ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും ചെയ്ത് സ്വീകരിക്കണം. തരൂർ പറഞ്ഞത് അത്ര നിഷ്കളങ്കമാണോ എന്ന് വെച്ച സംശയമുണ്ട്. അദ്ദേഹം ഒറ്റപ്പെടുന്നു, മാറ്റിവരെ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതും കൂടിയായിരിക്കും രാഷ്ട്രീയക്കാരൊക്കെയാണ്. എന്നാൽ പറയുന്നതിലൊരു ഔചിത്യമുണ്ട്. അത് ഇപ്പോൾ തരൂരിനെ പോലെ G. സുധാകരനെ പറഞ്ഞിരുന്നെങ്കിൽ അല്ല അബ്ദുള്ളക്കുട്ടി അന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ എതിർത്തത്. അപ്പോൾ നമ്മുടെ ഈ CPM-ൻ്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഭയങ്കര കുലദ്രോഹിയാവും, മറ്റുള്ളവരവിടെ വെച്ചാൽ ഭയങ്കര രാജ്യസ്നേഹി. അത് രണ്ട് ശരിയായില്ല. എവിടെയും പിണറായിയുടെ നല്ല ഗുണങ്ങൾ സ്വീകരിക്കണം, ദോഷഗുണങ്ങൾ എതിർക്കണം. ഇടതുപക്ഷത്തിൻ്റെ നല്ല ഗുണങ്ങൾ സ്വീകരിക്കണം, ദോഷങ്ങൾ എതിർക്കണം. കോൺഗ്രസിൻ്റെ നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം, BJPയുടെ നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ സ്വീകരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ നബീസ്വാമിയുടെ ഭയങ്കര വീഡിയോ വൈറലുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തൻ്റെ ഭർത്താവ് മരിച്ചിട്ട് കാലങ്ങളായി കുട്ടികളും നോക്കി ജീവിച്ച് അവസാനം കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ മണാലിയിൽ പോയി പോസ്റ്റ് ഇട്ടു. ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ഒരു മുസ്ലിംകാർക്ക് പണ്ഡിതൻ എന്ന് പറയുന്നവരൊക്കെ തനി വിഡ്ഢികളും ജനദ്രോഹികളുമാണ് വാസ്തവത്തിൽ പലരും. ആ സ്ത്രീയെ കുറച്ച് വീട്ടിൽ അടങ്ങി ഒതിരിക്കേണ്ടവർ അവിടെ പോയി മഞ്ഞിൽ കളിക്കുന്നു. അതിപ്പോൾ കാദംബരവും അതിനെ സഹപ്പെട്ടില്ല. അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. നേരത്തെ മിംഗ്ലിങ്ങിൻ്റെ സ്പോർട്സ് വ്യായാമം ചെയ്യുമ്പോൾ ആണും പെണ്ണും ഇരുന്നാൽ ഭയങ്കര അത് ഖുറാനെതിരാണ്, ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ഓരോ ശരീരഭാഗങ്ങളെല്ലാം പുറത്തു വേണം. ഞാൻ ചോദിക്കുന്നത് ഇവരെല്ലാം സ്ത്രീകളൊക്കെ അടിച്ചമർത്തി ജോലി കിട്ടി. ഈ പുരുഷന്മാരൊക്കെ പുറത്തുമ്പോൾ അവിടെ ഒരു സ്ലീവ്ലെസ് വസ്ത്രമൊക്കെ ഇട്ട് വരുന്നവരെ കണ്ടവരെന്ത് ചെയ്യും? വയറിൻ്റെ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നമില്ല വാസ്തവത്തിൽ. ഈ തരത്തിൽ ആ സമുദായത്തിൽ നാട്ടിക്കരുത്. ഏറ്റവും വിട്ടുമിട്ടുക്കരായ കഴിവുള്ളവരായിട്ടുള്ള ഏറ്റവും ഉന്നത ശീർഷരായിട്ടുള്ള സംസ്കാര സമ്പന്നരായിട്ടുള്ള ആ സമുദായത്തിലത്തെ ആളുകളുണ്ടല്ലോ, അവരെ നിങ്ങൾ നശിപ്പിക്കരുത്. ഒരു കാര്യം ഉറപ്പാണ്, പണ്ടത്തെ പോലെ നടക്കില്ല എന്ന് ഉറപ്പായിരിക്കണം. മിംഗ്ലിങ്ങിൻ്റെ കാര്യം വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി. പക്ഷേ ഇപ്പോൾ നബീസുമാരുടെ കാര്യത്തിൽ വന്നപ്പോൾ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടില്ല. മാത്രമല്ല മീഡിയ പോലും ചർച്ച ചെയ്തു ഈ വക പണ്ഡിത ശിരോമണികളെ ഈ സമൂഹത്തിൻ്റെ മോശമാണെന്നും. മാത്രമല്ല നബീസു ഉമ്മയുടെ മകൾ തന്നെ പറഞ്ഞു, ഈ വക ആളുകളുടെ ഒന്നും വർത്തമാനം കേട്ടിട്ട് ഞങ്ങൾ നിൽക്കുന്നില്ല എന്ന് ഷുക്കൂർ വക്കീൽ ചെയ്ത പോലെ തന്നെ ഇവരും പറഞ്ഞു തുടങ്ങിയിരുന്നു. ഇത് AP മുഹമ്മദ് പറഞ്ഞു വളരെ ശരിയെന്ന് തോന്നുന്നു. നിശബ്ദമായൊരു വിപ്ലവം മുസ്ലിം സമുദായത്തിൽ നടക്കുന്നുണ്ട്. അത് കാണാത്തവർ പുരോഗമനവാദികളാണ്. അവർ നമ്മുടെ ചേന്നമംഗലം അവരെ സ്വീകരിക്കില്ല. എന്നാൽ നമ്മുടെ ഇങ്ങോരെ മുസ്ലിയാരെ അബൂബക്കർ മുസ്ലിയാരെ സ്വീകരിക്കുകയും ചെയ്യും. നേതാക്കളെയാണ് സ്വീകരിക്കുക, ജനങ്ങൾ സ്വീകരിക്കില്ല. വാസ്തവത്തിൽ ഇപ്പോൾ ട്രെൻഡ് മാറി തുടങ്ങി. മുസ്ലിം സമുദായത്തിൻ്റെ സാധാരണ ജനങ്ങളുടെ ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് മീഡിയ മാറുന്നു, രാഷ്ട്രീയക്കാർ മാറുന്നു, എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ നമ്മുടെ ഗോവിന്ദൻ മാഷടക്കം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മിംഗ്ലിങ് ഇങ്ങനെ മുസ്ലിം പണ്ഡിതന്മാർ ചെയ്തതിനെ എതിർത്ത് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. ഈ അടുത്ത് അത് നല്ലൊരു ശുഭലക്ഷണമാണ് വാസ്തവത്തിൽ. അത് മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല,
ഒരു സമൂഹത്തിൻ്റെ സ്ത്രീകൾ അടിച്ചമർത്താൻ വേണ്ടി 6-ാം നൂറ്റാണ്ടിലോ ഏതോ നടത്തിയിട്ടുള്ള കേസുകൾ ഇപ്പോഴും വേണമെന്ന് പറയുന്ന തനി പമ്പര വിഡ്ഢികളായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധരായ ആളുകളെ സുനിത ദേവദാസൊക്കെ ഇപ്പോൾ ഈ തരത്തിൽ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതെല്ലാം അപ്പോൾ കേരളത്തിൽ ഇനി പണ്ടത്തെ പോലെ ഈ ഇസ്ലാമിക ഭരണം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൈവെട്ടാനും കാൽവെട്ടാനും നടന്നാൽ അത് ഒരിക്കലും വിജയിക്കില്ല. അതേ അവസരത്തിൽ തന്നെ മുസ്ലിം ആയതുകൊണ്ട് മാത്രം അവനെ പീഡിപ്പിക്കുന്ന രീതിയും നമ്മൾ എതിർക്കപ്പെടേണ്ടതാണ്. അതും ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒറ്റ കാര്യം പറയാം, പാല അതിരൂപതയുടെ അരമനയിൽ ശിവലിംഗം കണ്ടു. അപ്പോൾ നല്ല കാര്യം, അവിടെ അവർ ക്ഷേത്രഭാരവാഹികൾ ഒരു തമ്മിൽ സംസാരിച്ചു, ചർച്ച ചെയ്ത് രമ്യമായി ദേവപ്രശ്നം കാണിക്കാം. ദേവപ്രശ്നത്തിൽ സ്ഥലം കൊടുക്കേണ്ടി വരില്ല എന്നുള്ള വിശ്വാസത്തിലാവും ഇരിക്കേണ്ടത്. സ്ഥലം കൊടുക്കുന്ന രീതി വന്നാൽ അത് ദൂരയാവകായ ഫലം ഉണ്ടാവും. എന്തായാലും അവിടെ വളരെ സമാധാനമായ അന്തരീക്ഷം ഉണ്ടാക്കി. അത് കുത്തി പൊക്കാൻ പലരും വന്നു, മീഡിയ വന്നു എന്നാണ് വിമർശനം. ഇതേ നിലപാടെടുക്കണ്ടേ അയോധ്യയിലും? എത്രയോ കാലം മുമ്പ് നടന്നൊരു കേസ്, ആ കേസ് ഇപ്പോൾ കുത്തിപ്പൊക്കുകയാണ്. അത് അതിൽ മുസ്ലിമുകൾ അന്നത്തെ കാലത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മളെന്ത് വേണം? ഇക്കാലത്ത് എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞ കാര്യം കുത്തിപ്പൊക്കി ഇതേ ആളുകൾ കൂടി ഒരുമിച്ചിരുന്ന് വളരെ സംയമനത്തോടെ തീർക്കുന്നതിന് പകരം അത് ആളുകളുടെ ഒരു വിവാദത്തിനെതിരായിട്ട് അടിച്ചമർത്താൻ വേണ്ടി ശ്രമം നടത്തുന്നതും അത് അപലപനീയമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പലതും സൂചിപ്പിച്ചിരുന്നു, അത് എല്ലാം നമുക്ക് ആയിട്ടില്ല. ഇതേ ഇപ്പോൾ വരുന്ന കുംഭമേളയുടെ പ്രശ്നമാണ്. കുംഭമേള എന്ന് പറയുന്നത് അതൊരു ഇപ്പോൾ മഹാകുംഭമേള എന്ന് പറയുന്നത് 144 വർഷം. അത് വിശ്വാസത്തിനാണ്. ദൈവമുണ്ടോ ഇല്ല എന്നുള്ളത് ദൈവത്തിന് ഒരു സാധാരണ രീതി. ഞാൻ ദൈവങ്ങളെ വിഷമിക്കാൻ വേണ്ടി പറയല്ല. കോവിഡ് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെയുള്ള ദൈവങ്ങളോടെല്ലാം വിളിച്ചിട്ട് ദൈവ ആരാധനാലയത്തിൽ പോകാനും ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. വീഞ്ഞ് കഴിക്കാനോ അപ്പം കഴിക്കാനോ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒരു ആത്മീയജ്ഞാനികളും ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ആളുകളൊന്നും വാസ്തവത്തിൽ കോവിഡിൻ്റെ കാലത്ത് നമ്മൾ കണ്ടില്ല. പൂജാരിമാരുകളെയും ദൈവങ്ങളെയും കണ്ടില്ല എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ദൈവം തന്നെ ഇല്ല. വാസ്തവത്തിൽ ദൈവം എന്നുള്ള സങ്കല്പമാണുള്ളത്. അത് നമുക്കുണ്ടാവും. നമ്മളെ രക്ഷപ്പെടുത്താൻ, നമ്മളെ പ്രയാസങ്ങളെ മാറ്റിയെടുക്കാൻ അനുഷ്ഠിക്കുന്ന വേണം. അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മൾ സംഘർഷത്തിൽ പോയി നമ്മളെല്ലാവരും കൂട്ടാത്മഹത്യ ചെയ്യും. നേരത്തെ മരണം നടക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവണം. അത് ശരിയാണ്. കുംഭമേളയിലും അവിടെ സ്നാനം ചെയ്ത് നമ്മളെ പുണ്യമാവും. ആലുവയിൽ പുണ്യം നമുക്ക് തോന്നും. അത് അങ്ങനെ ചെയ്താൽ ചിലപ്പം മാനസിക സുഖം ഉണ്ടാവും. കുംഭമേളയിൽ ഈ ഭ്രാന്തര നമ്മൾ 6-ാം നൂറ്റാണ്ടിൽ മുസ്ലിം സമുദായത്തിൻ്റെ മതാചാരങ്ങളെ എതിർക്കുന്നത് പോലെ തന്നെ ഈ നൂറ്റാണ്ടിൽ അന്ന് കാലത്ത് വളരെ ശുദ്ധമായിട്ടുള്ളൊരു നദിയാണ് ഗംഗയായിരിക്കുക. അവിടെ കുളിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും, തണുപ്പുണ്ടാവും, ആരോഗ്യകരമായ ഗുണം ഉണ്ടാവും. മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇന്നതല്ലല്ലോ. ഇന്ന് മലവിസർജനമൊക്കെ കാണുകയാണ്. പമ്പയിലടക്കം അവിടെ എല്ലാവരും മണൽത്തിട്ടയിൽ അവർ മലവിസർജനം നടത്തിക്കൊണ്ടിരിക്കണം. ആ വെള്ളമൊക്കെ വരികയാണ്. ഇവിടെ തന്നെ 2 തട്ടുണ്ടാണ്. VIP കൾക്ക് ഒരു തട്ട്, അവിടെ എല്ലാവിധ സൗകര്യവും. ഇവിടെ സാധാരണക്കാർക്ക് മലത്തിൽ കുളിക്കേണ്ട ഗതികേട്. ഇത് ശരിയാണോ? ആ കോളിഫോമിൻ്റെ അളവ് കൂടിയിരിക്കുന്നു 2500 എന്നുള്ളത് അതിൻ്റെ 10-20 ഇരട്ടി 45,000 എത്തിയിരിക്കുന്നു. CK വിനോദ് എന്നുള്ള പന്തുകളിക്കാരൻ പറയുന്നു. അതുപോലെ തന്നെ ഈ ഗാന രംഗത്ത് നിലനിൽക്കുന്ന അദ്ദേഹവും പറയാണ് ഈ രീതി ശരിയല്ല. ഈ രീതി നിങ്ങൾ ഗംഭീരമാണെന്ന് ഗംഭീരമാണെങ്കിൽ ആ വെള്ളം അല്പമൊന്ന് കുടിക്കൂ ആദിത്യനാഥ് എന്ന് പറയുന്ന ഗതിയിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ അന്ധവിശ്വാസികളല്ല ആവേണ്ടത് വാസ്തവത്തിൽ. മറിച്ച് നമ്മൾ കാലത്തിനനുസരിച്ച് മനസ്സിലാക്കണം. ആ തരത്തിൽ അതുപോലെ തന്നെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും പാർട്ടിയിലും അന്ധവിശ്വാസം ഉണ്ടാവും. ആ അന്ധവിശ്വാസം കൊണ്ടു നടക്കരുത് എന്നാണ് എനിക്ക് പറയാം. അതായത് അന്ധവിശ്വാസം ഞാൻ പറയാം. അതായത് ഇപ്പോൾ മൈക്കയുടെ കേസിൽ ഗോവിന്ദ മാഷ പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു. അതൊരു അന്ധവിശ്വാസമാണ്. വാസ്തവത്തിൽ ആ പാവം മനുഷ്യൻ ഒരു മയക്ക് കേട് വന്നു, അതിനോട് ഭാഗമായിട്ട് ഉണ്ടായ സംഭവങ്ങളാണ്. അതിന് ആ രീതിയിൽ കാണാതെ നേതാവ് പറഞ്ഞപ്പോൾ കൈയടിക്കുക. ഇപ്പോൾ എൻ്റെ നാട്ടിൽ പുല്ലൂർ നടന്നു, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് കണ്ടുകൊടുത്ത് ഇവരൊക്കെ KP ബോളിൽ മാറ്റിയിട്ടുണ്ട്. ഇനി എന്തുണ്ടാവും അറിയോ? KP ബൂട്ടറൊക്കെ മഹാമോശക്കാരാണെന്ന് ഈ രഹസ്യം ചോർത്തി കൊടുത്ത ചാരന്മാർ കൂടിയിരുന്നവർ അവർക്ക് സ്ഥാനം കിട്ടിയിട്ടുണ്ടാവും. പലവർക്കും പല വലിയ തറവാട്ടുകാരെന്നും പറഞ്ഞിട്ട് പണിയെടുത്ത കുട്ടികൾക്ക് അവിടെ ജോലി കിട്ടിയിട്ടില്ല. എന്നാൽ സ്ത്രീകൾക്ക് വലിയ തറവാടിൻ്റെ മഹത്വം പറഞ്ഞ വോട്ട് കിട്ടുന്നതായിരിക്കും അവർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഇനി തള്ളി പറയാൻ തുടങ്ങും. ഇവരൊക്കെ അന്നേ വിചാരിച്ചിട്ടുണ്ട് കണ്ണ കുറച്ച് ഭയങ്കര മോശമായിട്ടായിരുന്നു.
അവരിതുവരെ അവർ സഹായിച്ച ആളുകളാണ്. ഇപ്പോൾ ഒരു അധികാരം നഷ്ടപ്പെടുമ്പോൾ ഉടനടി അവരെ തള്ളി പറയുന്ന ആളുകളും ഈ ലോകത്തിലുണ്ടാവും. അതും ഈ യാന്ത്രികതയുടെ ലക്ഷണമാണ്. വാസ്തവത്തിൽ നേരിട്ടാണ് ഇത് സംസാരിക്കേണ്ടത്, വിമർശിക്കേണ്ടത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ കുട്ടിലൊരു സഹകരണ സംഘത്തിൽ അപകടം ഉണ്ടാവില്ല, പാർട്ടി ഈ അഴിമതിക്കാർ അധികം ഉണ്ടാവില്ല, സ്വജനപക്ഷപാതികൾ അധികം ഉണ്ടാവില്ല. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി UP ജോസഫ് ആവേണ്ടതാണ് എന്നാണ്. അല്ല, അത് പാർട്ടിയിലുള്ള ഇപ്പോൾ അബ്ദുൾ ഖാദറൊക്കെ ജൂനിയറാണ്, ഒരുപാട് പീഡനം അനുഭവിച്ചിട്ടുള്ള ആളാണ്. UP ജോസഫ് അഴിമതി ആരോപണം കണ്ടിട്ടില്ല, പലതും അഴിമതിയുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നത്. എന്തായാലും ഞാൻ ഇതിലേക്ക് എടുക്കുന്നില്ല. നമ്മൾ നേരിട്ട് പറയേണ്ട സമയത്ത് പറയുന്നില്ല എങ്കിൽ എല്ലാം ദുഷിച്ചു പോകും. ഈ കുംഭമേളയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കോളിഫോമിൻ്റെ അളവ് വന്ന് ആളുകൾക്ക് അസുഖം വരും. മാത്രമല്ല തെറ്റായൊരു സന്ദേശം കൂടി അത് കൊടുക്കുന്നതാണ്. അത് ഒരു സമുദായത്തിൻ്റെ അല്ല, നമുക്ക് ഈ സ്വതന്ത്രമായ ചിന്താഗതിയാണ് നമുക്ക് വേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നമ്മളെല്ലാവരും കണ്ട പോലെ തന്നെ ഇപ്പോൾ ഡൽഹിയിൽ ഭരണം മാറിക്കഴിഞ്ഞിരിക്കുന്നു. തല്ലുകൂടി തമ്മിലൊരു കെജ്രിവാളിൻ്റെയും ആപ്പിൻ്റെയും കുറച്ച് അഹങ്കാരമുണ്ട്. അതുപോലെ തന്നെ അവർ എൻ്റെ ഒരു കണ്ണു പോയാൽ എൻ്റെ രണ്ട് കണ്ണു പോയാൽ അവരൊരു കണ്ണു പോട്ടെ എന്ന് പറഞ്ഞ കോൺഗ്രസ്സിനും അതിന് വലിയ ഇതുണ്ട്. അവിടെ തോൽപ്പിക്കാൻ കെജ്രിവാൾ പോലും തോറ്റു എന്നുള്ളത് അത് ഭയങ്കര ഗുരുതരമായ ഇന്ത്യ മുന്നണിയെ ബാധിക്കുന്ന പ്രശ്നമായി മാറിക്കണം. വാസ്തവത്തിൽ അത് BJPക്ക് വലിയ മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. BJPയിലുള്ളിലുള്ള സംഘർഷം മാത്രമേ ഇനി പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് തോന്നിയിരിക്കുകയാണ്. വാസ്തവത്തിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു തിരിച്ചടിയാണ്. വരും കാലങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിന് അതൊരു ക്ഷതം സംഭവിക്കും. അതോ ഇതിന് പാഠം കൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു പൊതുശത്രുവിനെ എതിർക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്നുള്ളത് കണ്ടറിയണം. വിദേശങ്ങളാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ജയിച്ചിരിക്കുന്നു, എന്താ ചെയ്യുക? ഈ ലോകത്ത് ജീവിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും പറയും പലസ്തീൻ ആക്രമിച്ചപ്പോൾ അതിന് അധിനിവേശവും, പലസ്തീൻ അങ്ങോട്ട് ആക്രമിച്ചാൽ അത് ധീരപരിവേഷം നൽകും. ഇപ്പോൾ സുനിദേവദാസിൻ്റെ ഒരു തോറ്റു ഇസ്രായേൽ തോറ്റു, സന്ധി ചെയ്തപ്പോൾ തോറ്റുപോയി എന്ന് പറഞ്ഞു. അവിടുന്ന് തിരിച്ചിങ്ങോട്ട് അടിക്കുമ്പോൾ ഇപ്പോൾ ഗാസ മുൻപ് ട്രംപ് സുഖാസ കേന്ദ്രമാക്കാനേ പോകണം. ഈ പലസ്തീൻ യുദ്ധം ചെയ്തുകൊണ്ട് വല്ല ഗുണമുണ്ടായി, കുറേ മനുഷ്യർ മരിച്ചു. എല്ലാവരും പറഞ്ഞു ശരിയാണ്, പലസ്തീൻ ഇസ്രായേൽക്കാർ അവരുടെ ഒരാൾ വിടുമ്പോൾ 100 പേരെയാണ് മറ്റൊരു വിടുന്നത്. ഒരാളെങ്കിലും വലിയ 100 പേർക്ക് 200 പേരുടെ വിലയാണ് ഇസ്രായേൽ കൊടുക്കുന്നത്. എന്ത് വില കൊടുത്ത് തൻ്റെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി അവിടെ സമരം നടക്കുകയാണ്, അവർക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും. പക്ഷേ അങ്ങനൊരു സമരം പലസ്തീനിൽ നടന്നാൽ ഹമാസ് വെച്ചേക്കില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഹമാസ് നടത്തുന്നത് അതൊരു മൗലികവാദത്തിൻ്റെയും കൂടി ഭാഗമായി മതപരമായി ചിന്തിച്ചുകൂടി നടത്തുന്നു. അതിനും കൂടി നിർത്തില്ല എങ്കിൽ ഈ നാട്ടിൽ ലോകത്ത് സമാധാനം ഉണ്ടാവാൻ ബുദ്ധിമുട്ട് വരും. വാസ്തവത്തിൽ ഇപ്പോൾ അവർ കൂടുതൽ ദുർബലമായി കൊണ്ടിരിക്കുന്നു. അവിടെ ഏറ്റതിന് അനുഭവിച്ചത് പലസ്തീൻ ജനതകളാണ്, അവിടെ കുട്ടികളാണ്, സ്ത്രീകളാണ് എന്നുള്ളതാണ്. അവരെ മോചിപ്പിക്കേണ്ട ചുമതല മനുഷ്യ സമുദായത്തിനുണ്ട്. മാർപ്പാപ്പ പറഞ്ഞതാണ്, മാർപ്പാപ്പ അതിഗുരുതരമായ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ റഷ്യ യുക്രൈൻ സംഭവത്തിലൊക്കെ സെലൻസ്കീനെ എതിർത്തുകൊണ്ടാണ് ട്രംപിൻ്റെ നിലപാട്. അപ്പോൾ വേഗം യുദ്ധം അവസാനിക്കും ഉള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ട്രംപിൻ്റെ ഈ പ്രാന്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാനിരിക്കുന്നുള്ളൂ. കുറേ പേരെ ഇന്ത്യയിലേക്ക് കൈച്ചെങ്കലും കാൽച്ചെങ്കലും വിട്ടുകൊണ്ടൊരു മനുഷ്യത്വം രഹിതമായ രീതി ചെയ്യുന്ന, എന്നാൽ മാത്രമേ ഇനി അമേരിക്കയിൽ പിടിച്ചാൽ ഏത് രാജ്യത്തും അതിതീവ്രമായിട്ടുള്ള വംശീയതൊക്കെ വിജയിക്കുന്ന സമയമാണ്. ഇങ്ങനെ നിലനിൽക്കുള്ളൂ. ഈ സമയങ്ങളെല്ലാം ശരിയാണ്, നമുക്ക് പ്രയാസങ്ങളുണ്ട്. പക്ഷേ നമ്മൾ നന്മയും കാണണം, സന്തോഷവും കൂടി കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ അടുത്ത് ജോഷ് ടോക്സ് എന്നിട്ടൊരു കുട്ടി വന്ന ഒരു കാര്യം പറഞ്ഞു. അമ്മയും അച്ഛൻ മരിച്ചുപോയോ, അമ്മയും അവൾ തന്നെയാണ് അതിന് അനുഭവിക്കേണ്ട സംഘർഷം. പലരും ചൂഷണം ചെയ്യാൻ അച്ഛനില്ലാത്ത വീടാണ്, എല്ലാവിധ ചൂഷണത്തിനും സാഹചര്യമുണ്ട് എന്ന് കരുതി അവരെ പീഡിപ്പിക്കുകയും പലപ്പോഴും അതിക്രമം നേരിടുകയും ചെയ്ത് ട്രോമയിലാവുകയും പരിഹാസമേൽക്കുകയും ഒട്ടേറെ സംഭവങ്ങളുണ്ടാവുകയും ഒക്കെ ചെയ്തു. അതിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് എഴുത്തുകാരിയും MBയും ഡോക്ടറേറ്റ് എടുക്കുന്ന ഒരു വീഡിയോയും കൂടി ഞാൻ കാണും. എല്ലാവർക്കും ഒരു മെസ്സേജാണ്, നമ്മൾ തകർന്നു പോകും, നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ തന്നെയേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചവിട്ടി താഴ്ത്തപ്പെടും, നമ്മൾ ആത്മഹത്യ ചെയ്യപ്പെടും. ആത്മഹത്യയിൽ പരിഹാര മാർഗ്ഗമല്ലെന്ന് ആ കുട്ടി പറയുന്നത്. ആത്മഹത്യയുടെ വക്കോളം എത്തിയ കുട്ടി ഇന്ന് എഴുത്തുകാരിയും ആണ്. മറ്റൊന്ന് എനിക്ക് തോന്നിയത്, ഈ പല അധ്യാപകരും ഈ അധ്യാപന ജീവനക്കാരായി മാറുന്ന കാലത്ത്
ഒരു കാസർഗോഡിൽ നിന്ന് നിത്യശ്രീ എന്ന് പറയുന്ന ഏത് ടീച്ചർ ഒരു വീഡിയോ അറിയാം, എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ആ ടീച്ചർ സ്കൂൾ ക്ലാസ്സിലത്തെ എല്ലാ കുട്ടികളും പേരെടുത്ത് പറയാൻ തൻ്റെ പിന്നിൽ നിൽക്കുന്ന ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ ഇന്നതാണ്, ജഗദീഷാണ്, തോമസാണ്, ഐശ്വര്യാണ്, അമ്പിളിയാണെന്ന് പറയാൻ കഴിയുന്നൊരു ടീച്ചർ വളരെ മന്ദസ്മിതമായി സുസ്മേരവതിയായി കുട്ടികളുടെ പേരെടുത്ത് പറയുന്ന വീഡിയോ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നു. ഈ ലോകം അങ്ങനെയുമുണ്ട് നമുക്ക്. അപ്പോൾ വീണ്ടും നമുക്ക് വേലുപ്പള്ളി വേലുക്കുള്ളിൽ നമുക്ക് മാവ് പൂക്കും, മാനത്ത് അമ്പിളി വികസിക്കും, പരസ്പരം മനുഷ്യർ സ്നേഹിക്കും എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കവസാനിക്കുന്നു. നമസ്കാരം. ഒരിക്കൽ ഒരു കാര്യം കൂടി വിട്ടു, കോടതി സമരത്ത് പറയാതെ വിടുന്നത് ശരിയല്ല. ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ റോട്ടിൽ നിന്നിട്ട് പെൺകുട്ടികളാണ് കത്തി കാണിച്ച് മയക്കുമരുന്ന് അടിമയായിട്ട് അടി നടക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. മദ്യത്തിൻ്റെ ഉപയോഗം ബ്രൂവറിയുടെ കാര്യമാണ് ഇവിടെ നാട്ടിൽ ഏറ്റവും വലിയ ആവശ്യം. കാര്യം കർണാടകത്തിൽ കോൺഗ്രസ്സുകാരാണ് ഈ സ്പിരിറ്റിൻ്റെ പരിപാടി നടത്തുന്നതെങ്കിലും ഇവിടെ അതാണ് അത്യാവശ്യമെന്ന് നമ്മൾ ചോദിക്കേണ്ടത്. കോൺഗ്രസ്സുകാരുടെയും പല മദ്യവിരുദ്ധ സമിതിക്കാരുടെയും കക്ഷി രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടുള്ള സംസാരത്തിന് ഞാൻ വിയോജിപ്പ് കുറിപ്പിക്കും തന്നെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സാധാരണക്കാരായ തൊഴിലാളികളുടെ പട്ടിണിപ്പാവങ്ങളുടെ പൈസ ചോർത്തി കുടിക്കുന്ന ദുശീലത്തിന് അറുതിയിടേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരാണ്. മനുഷ്യനെ സ്നേഹിക്കുന്ന ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് ചെയ്യേണ്ടതിന് പകരം അവരെ കൂടുതൽ കുടിപ്പിച്ച് നശിപ്പിക്കുന്ന ഈ അധമ പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കാൻ അനുവദിക്കുന്നത് വാസ്തവത്തിൽ അവരുടെ ഈ ഇടതുപക്ഷത്തിൻ്റെ ചായ്വിൽ നടത്തുന്ന അതിക്രമം കൊള്ളയാണെന്ന് പറയാനും കൂടി ഞാൻ ആ സമയത്താണ് 5844 ദിവസം സത്യാഗ്രഹം ഇരിക്കുന്ന 1324 ദിവസം വീട്ടിൽ സത്യാഗ്രഹം തുടങ്ങുന്ന കോടനൂരത്തെ സത്യാഗ്രഹികളെ ഞാൻ റെഡ് സല്യൂട്ട് ചെയ്യുകയാണ്. പാണപ്പറമ്പിൽ വിപിൻ, പാണപ്പറമ്പിൽ വിനേഷ്, പാറക്കൽ ഹരിദാസ്, വെങ്ങാലി ദിവാകരൻ, അരിമ്പൂര് കൊടക്കാടൻ, ഷൈജ് തുടങ്ങിയവരൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരവും ചെറു പ്രതികരണമാണ്. ഇങ്ങനെ ആൺകുട്ടികളുടെ സമരത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ്. ഇങ്ങനെ ചെറു സമരങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറുകിട സംഭവങ്ങളിൽ അവകാശങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നാം പങ്കുചേരുകയും അസംതൃപ്തിനെതിരെ അതുപോലെ തന്നെ അഴിമതിക്കെതിരെ എല്ലാം നമ്മൾ എതിർത്ത് തോൽപ്പിക്കും. വർഗീയതയ്ക്കെതിരെ വംശീയതയ്ക്കെതിരെയൊക്കെ നമുക്ക് പറ്റാവുന്ന, എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റില്ല, സാധിക്കാവുന്ന രീതിയിൽ ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിക്കുന്നു. നമസ്കാരം.